ഇറാനിൽ കരയുദ്ധത്തിന് ഒരുങ്ങുന്ന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. അമേരിക്കൻ നടപടിയെ രൂക്ഷമായി വിമർശിച്ചാണ് ഇറാൻ രംഗത്ത് വന്നത്. അമേരിക്കൻ കരസേനയുടെ വരവിനായി തങ്ങളുടെ സൈന്യം കാത്തിരിക്കുകയാണെന്നും അവരെ അഗ്നിക്കിരയാക്കാൻ ഇറാൻ മടിക്കില്ലെന്നും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഇർനയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക പരസ്യമായി ചർച്ചയുടെ സന്ദേശങ്ങൾ അയക്കുന്നു, എന്നാൽ രഹസ്യമായി കരയാക്രമണത്തിന് പദ്ധതിയിടുന്നു. ഗാലിബാഫ് കുറ്റപ്പെടുത്തി. US സൈനികർ ഇറാൻ മണ്ണിൽ കാലുകുത്താനായി തങ്ങൾ കാത്തിരിക്കുകയാണ്. അവരെ നേരിടാൻ സൈന്യം സജ്ജമാണ്. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് അണിയറയിൽ ആക്രമണത്തിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കാവുന്ന കരയുദ്ധത്തിനുള്ള പദ്ധതികൾ പെന്റഗൺ തയ്യാറാക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 3500 സൈനികരടങ്ങുന്ന 31ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റ് മിഡിൽ ഈസ്റ്റിൽ എത്തിയതായി അമേരിക്കൻ സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. കപ്പൽ മാർഗമാണ് ഇവർ മേഖലയിൽ എത്തിയിരിക്കുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇറാനിൽ ആഴ്ചകൾ നീളുന്ന കരസേനാ നീക്കത്തിന് പെന്റഗൺ പദ്ധതിയിടുന്നതായി ദ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ഭാഗമായി 3500 US സൈനികർ മിഡിൽ ഈസ്റ്റിൽ എത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. USS ട്രിപ്പോളി എന്ന അത്യാധുനിക ആംഫിഫിയസ് അസോൾട്ട് കപ്പലിലാണ് സൈനികർ എത്തിയിരിക്കുന്നത്. ഇതിൽ മറീനുകളും കപ്പൽ പടയാളികളും ഉൾപ്പെടുന്നു. കടൽ വഴിയുള്ള ആക്രമണങ്ങൾക്കും കരയിലേക്ക് നേരിട്ട് സൈന്യത്തെ ഇറക്കി പോരാടാനും ശേഷിയുള്ള സന്നാഹമാണിത്. ഹോർമൂസ് കടലിടുക്കിനും ഖാർക്ക് ദ്വീപിനും സമീപം തന്ത്രപ്രധാനമായ സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് പകരം ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള മിന്നൽ ആക്രമണങ്ങൾക്കാണ് അമേരിക്ക പദ്ധതിയിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 10,000-ഓളം അധിക സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കുന്ന കാര്യം പെന്റഗൺ പരിഗണിക്കുന്നുണ്ട്. നിലവിൽ 5000-ഓളം മറീനുകളും 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാട്രൂപ്പർമാരും മേഖലയിൽ സജ്ജമാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ സൈനിക നീക്കമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ നേടാമെന്ന് പ്രസ്താവിക്കുമ്പോഴും പെന്റഗണിന്റെ യുദ്ധ പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ സൈനികർക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഖാർക്ക് ദ്വീപ് പോലുള്ള ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും അമേരിക്കയുടെ പ്രാഥമിക നീക്കങ്ങൾ എന്നാണ് സൂചന. അമേരിക്ക പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ സാമ്പത്തിക സൈനിക ഇടപെടലുകളെ തുടർന്നാണ്. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാർക്ക് ദ്വീപിൽ നിന്നാണ്. ഈ ദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഹോർമൂസ് കടലിടുക്കും അമേരിക്ക നോട്ടമിടുന്നു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/3 കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാൻ നാവികസേന വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത് നിയന്ത്രിക്കുക എന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്.